ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? ഞാനാണെങ്കിൽ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ കേട്ടോ. ഇന്ന് വീട്ടിൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. കാരണം ചേട്ടായും പിള്ളേരും ആണെങ്കിൽ ഇന്നലെ വൈകുന്നേരം കസിൻ ബ്രദറിൻ്റെ വീട്ടിൽ പോയി. ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്. വന്ന ഉടനെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുക്കളയിൽ പോയി ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ തോന്നുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ചായ എനിക്ക് എപ്പോഴും ചായ കുടിക്കുന്നത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ വന്ന ഉടനെ ഒരു ചായ ഇട്ട് കുടിക്കാം. കൂടെ ഞാനൊരു നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൂടെ കഴിക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതാകട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചായ വെക്കുന്നത് ഓവൻ ചായയാണേ. ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് എല്ലാം എളുപ്പ പരിപാടിയാണ്. അപ്പോൾ വെള്ളവും ചായപ്പൊടിയും പഞ്ചസാരയും കൂടി ഇട്ട് ഞാൻ ഓവനകത്ത് തിളപ്പിക്കാൻ വെച്ചു. അത് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് പാലും കൂടെ ഒഴിച്ച് വീണ്ടും തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. നോക്കി നിൽക്കണം, ഇല്ലെങ്കിൽ അത് തിളച്ച് ചാടിപ്പോവും. എനിവേ ചായ നല്ലപോലെ തിളച്ച് വന്നു. അതിന് ശേഷം ഞാനിതൊന്ന് അടിച്ചെടുത്ത് കേട്ടോ. നല്ലല്ലേ നമ്മുടെ ചായക്ക് ഒരു ടേസ്റ്റ് ഉള്ളൂ. പോട്ട് നൂഡിൽസും റെഡിയാക്കി. അപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, അപ്പോൾ ജസ്റ്റ് ഒരു ദിവസത്തേക്കേ ഉള്ളൂ പിള്ളേരും ചേട്ടാ ഇവിടെ ഇല്ലാത്ത. അപ്പോൾ തന്നെ എന്ത് മൂകമായ ഒരു അന്തരീക്ഷമാണ്. അപ്പം എത്രയോ പേരല്ലേ ഒറ്റപ്പെടുന്ന അവസ്ഥയിലൊക്കെ ജീവിക്കുന്നു. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. പക്ഷേ എൻ്റെ പപ്പ മരിച്ച സമയത്ത് മമ്മി ഇങ്ങനെ ഒറ്റപ്പെട്ടപ്പം, അതായത് എൻ്റെ അനിയൻ ജോലിയിലായിരുന്നല്ലോ, ബഹ്റൈനിലായിരുന്നു. അപ്പം മമ്മി നാട്ടിലിങ്ങനെ ഒറ്റപ്പെടുമ്പോൾ മമ്മി പറയായിരുന്നു, ആ സമയത്ത് നമ്മളിങ്ങനെ ഒറ്റപ്പെടുന്ന സമയത്ത് ദൈവം നമുക്കൊരു ബലം തരും, ഒരു ശക്തി തരും. അതായത് ഓരോ ജീവിത സാഹചര്യങ്ങളെയും തരണം ചെയ്യാനുള്ളൊരു ബലം തരും. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. ജസ്റ്റ് കുറച്ച് മണിക്കൂറുകളിലേക്ക് മാത്രം പിള്ളേരെയും ചേട്ടായും കണ്ടില്ലാത്തപ്പോൾ ഇവിടെ ആകെ ഒരു മുഖമായ അന്തരീക്ഷം.